എന്റെ അമ്മ സന്തോഷം കൊണ്ട് വിളിച്ചതാ. എന്താ ഇത്ര സന്തോഷം? നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോകുമ്പോ എനിക്ക് ജോലി കിട്ടി. സത്യമാണോ മോനെ? അതോ അന്നത്തെ പോലെ നമ്മളെ പറ്റിച്ചോ? ഇല്ലമ്മേ, ഇത് കണ്ടോ, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എന്നാ മോനെ ജോലിക്ക് പോയി തുടങ്ങണ്ടേ? നാളെ തന്നെ ജോയിൻ ചെയ്യണമേ. നാളെ നിനക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് വല്ലതും ഉണ്ടോ മോനെ? അതൊക്കെ ഞാൻ പണ്ടേ എടുത്തു വെച്ചിട്ടുള്ളതല്ലേ. നീ ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ ഞാൻ ബൈബിളിൽ വെച്ചേക്കാം. എന്താണ് നീ തപ്പുന്നേ? അല്ല, എന്റെ ഹെഡ്സെറ്റ് കാണുന്നില്ല, എവിടെ പോയാവോ? ആ, കിട്ടിപ്പോയി. എങ്ങനെയുണ്ട്? നോക്കണ്ട, 50 രൂപയുള്ളൂ. ഏട്ടത്തി, ഇത് കണ്ടോ, എന്റെ മോന് ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് കിട്ടോ? ഞാൻ അവന് തിന്നാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കട്ടെ, പിന്നെ വരാം. അമ്മേ, ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ എവിടെയാ? ഇതാ മോനെ. മോനെ, ഇതുകൂടി സമയത്തിന് കഴിക്കണേ മോനെ. ആമേ. അവൻ ഇതുവരെ വന്നില്ലല്ലോ. എത്തേണ്ട സമയം കഴിഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇതാരാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ? അതെ, ഞാനവന്റെ അമ്മയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, വാഹനാപകടത്തിൽ യുവാവിന് നൽകി ഗുരുതര പരിക്ക്. ജിൻസൺ എന്ന യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗത്തിലെത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. ജിൻസുട്ടാ, അമ്മയുടെ പൊന്നേ. അമ്മ, 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 അമ്മയുടെ മോന് വിശക്കുന്നില്ലേ? നമുക്ക് മാമുണ്ടേ. അമ്മ ഇപ്പൊ എടുത്തിട്ട് വരാവേ.
അന്നാമിച്ചിയെ, അന്നാമിച്ചിയെ. ഓ, ആരാ? ഞാനാ സിസ്റ്റർ റോസി. ആ, സിസ്റ്റർ ആയിരുന്നോ? ഇതാ വരുന്നു. എന്താ സിസ്റ്റർ ഇങ്ങോട്ടൊക്കെ? അന്നാമിച്ചി മറന്നോ? ഇന്ന് കൈപ്പുറി തിരുനാളാ. ഞാൻ അവനെ കുറിച്ച് വരയ്ക്കാൻ വന്നതാ. എന്ത് കുറി! ഇതിനൊക്കെ എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോനെ ഗതി വരുമായിരുന്നോ? അന്നാമിച്ചി, ദൈവം ആർക്കും താങ്ങാനാവാത്ത സഹനങ്ങൾ കൊടുക്കാറില്ലേ? ഉപദേശം അത് കുറെ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ. ഉപദേശിക്കാൻ ഏത് പാതിരിക്കും പറ്റും. പക്ഷേ അനുഭവിക്കുന്നവർക്ക് ഏറെ അതിന്റെ വേദന. സിസ്റ്റർ കുരിശ് വരയ്ക്കാൻ വന്നതല്ലേ, വരച്ചിട്ട് പോയാട്ടെ. സിസ്റ്റർ ആൻറ്റി പോട്ടേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം അന്നാമിച്ചി. കണ്ടില്ലേ നിന്റെ മണവാട്ടി തോറ്റുപോകുന്നത്? നിന്നെ പ്രഘോഷിക്കുന്നവർ ആര് തന്നെയായാലും അവരെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ വിശ്വസിക്കുന്നവന്റെ ഇരിപ്പ് കണ്ടില്ലേ? മോനെ ചിൻസൂട്ടാ, അവിടെ മോനിത് എവിടെയാ? എന്റെ മോനിത് എവിടെ പോയി? ചിൻസൂട്ടാ മോനെ. ചെറുക്കൻ പ്രാന്താണെങ്കിൽ വല്ല ചന്ദ്രക്ക് വേണം. എന്താ എന്താ എന്റെ മോൻ ചെയ്തേ? ഈ പ്രാന്തൻ എന്റെ ചെറുക്കന്റെ തല തല്ലി പിടിച്ചു. ഇവനെ കൊല്ലും ഞാൻ. ഇവനിനി ആർക്കും ഒരു ശല്യം പാടില്ല. ഞാനിപ്പോ ആശുപത്രിക്ക് പോവാം. എന്റെ കൊച്ചിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാലേ അന്നാമതി, എന്തിനാ ഇങ്ങനെ പഴി കേൾക്കുന്നേ? അവൻ ഇങ്ങനെ സഹനം കൊടുക്കാതെ ഈ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കേ മോചിപ്പിക്കേ മോചിപ്പിക്കേ. അമ്മയുടെ മോനെ വിശക്കുന്നില്ലേ? നമുക്ക് മാവുന്ന
நடந்து காலெல்லாம் வலிக்குதம்மா. பசி தாங்க முடியல. ஏதாச்சும் கொடுங்கம்மா. ഇവിടെ ഒന്നുമില്ല. ആകെയുള്ളത് ഈ ചോറ്. ഇത് നിങ്ങൾക്ക് அம்மா, நான் நிறைய பேருக்கிட்ட கேட்டுட்டு தான் வரேன். ஆனால் யாரும் எனக்கு சோறு போடலம்மா. நீங்கள் மட்டும் அப்படி பண்ணாதம்மா. கொஞ்சம் சோறு இருந்தால் கொடுங்கம்மா. ശരി, അവിടെ ഇരിക്കും. சரிம்மா சரிம்மா, எங்கே வேணாலும் உட்காந்துடுறேன். பாப்பா, உனக்கு என்னாச்சு பாப்பா? ஓ அப்படியா? நான் ஒன்று கேட்கவா? உனக்கு இந்த சாப்பாடு வேணுமா? வேணாமா? நல்ல பாப்பா, நல்ல பாப்பா. അമ്മേ, ജിൻസുട്ടാ, മോനെ. അമ്മ എന്നാരോ വിളിച്ചു. മുഖം വ്യക്തമായില്ല. പക്ഷെ അയാൾക്ക് ചിറകുണ്ടായിരുന്നു. എന്നാലും അതാരാ? ആ ശബ്ദം ദൈവികമോ? ആരാ? ആരാ? பாப்பா, நீ இங்க இருக்கியா பாப்பா? ഹേ കിളവാ, നീ എന്തിനു എന്റെ പിറകെ വരുന്നു? உனக்கு எங்களோட ஜனங்களை பின்தொடரலாம். ஆனா நான் உன்னை பின்தொடரக்கூடாதா? என்ன பாப்பா? നിന്റെ ജനമോ? അതിന് നീ ആരാ? ഇത് എന്റെ രാജ്യമാണ്. ഇവർ എന്റെ അടിമകൾ. ഇവിടെ ഞാൻ അന്ധകാരം പരത്തും. നീ ഇരുട്ടിന്റെ രാജാവാണെന്ന് കരുതുന്നു സാത്താനെ. ഞാൻ ദൈവത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചം വന്നാൽ ഇരുട്ട് അപ്രത്യക്ഷമാകും. ദൈവത്തിന്റെ വെളിച്ചമോ? പറ, നീ നീ ആരാ? സാത്താനെ, നീ ഇരുട്ടിനെ പകർത്തുന്നു. പക്ഷേ ഞാൻ വെളിച്ചത്തെ അയക്കുന്നു. നീ കലഹം വിതയ്ക്കുമ്പോൾ അവൻ എന്റെ ന്യായം നടപ്പാക്കുന്നു. സാത്താനെ, നീ ഓടി വിളിച്ചോളൂ. അവൻ യുദ്ധത്തിനിറങ്ങി. എന്റെ സൈന്യത്തിന്റെ നായകൻ മിഖായേൽ. സാത്താനെ,
നീ ഒരിക്കൽ വെളിച്ചമായിരുന്നു. പക്ഷെ ഇന്ന് ഇരുട്ടിന്റെ അടിമ. ഞാൻ ദൈവത്തിന്റെ ആജ്ഞയിൽ നിൽക്കുന്നവൻ. ഇത് യുദ്ധമല്ല, നിന്റെ വിധി. എന്റെ വായിൽ ദൈവത്തിന്റെ വിധി പതിഞ്ഞിരിക്കുന്നു. സാത്താനെ, ഇന്നാണ് നിന്റെയും നിന്റെ നരകത്തിന്റെയും